ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ബേസ് ഹൈമാനൂസയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ദൈവശാസ്ത്ര വിശകലനത്തിലേക്ക് എല്ലാവരെയും ഏറെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യും. ഏറെ പ്രത്യേകമായി നമ്മുടെ കൂടെ ഇന്നായിരിക്കുന്നത് പൊന്തിഫിക്കൽ ഓറിയന്റൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിലീജിയസ് സ്റ്റഡീസിലെ പ്രൊഫസർമാരായ ഏറ്റവും സ്നേഹം നിറഞ്ഞ സിറിയക് വെല്ലികുന്നുമൊറോച്ചനും ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ കുറ്റ്യാനിക്കലച്ചനുമാണ്. ഇന്നത്തെ ഈ പ്രോഗ്രാമിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ അച്ഛന്മാരെ സ്വാഗതം ചെയ്യും. താങ്ക് യു. സ്നേഹമുള്ളവരെ, നമ്മൾ ഇന്ന് നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാന ശിലയായ വിശുദ്ധ ഗ്രന്ഥത്തെ കുറിച്ചുള്ള പഠനങ്ങളും ചർച്ചകളും നടത്തുകയാണ്. കാരണം വിശ്വാസത്തിന്റെ അടിസ്ഥാനം വിശുദ്ധ ഗ്രന്ഥമാകയാൽ കർത്താവിന്റെ വെളിപാടിനെ കുറിച്ചുള്ള കൂടുതലുള്ള അറിവ് നമുക്ക് കിട്ടുന്നത് അവിടെ നിന്നാണ്. ആ ദൈവിക വെളിപാടിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും ആ വെളിപാട് എങ്ങനെയാണ് എഴുതപ്പെട്ടത് എന്നതിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനുമുള്ള ഒരു വേദിയാണ് പ്രധാനമായിട്ടും നമ്മളുടെ ഈ ദൈവശാസ്ത്ര പഠന ശിബിരം എന്ന് പറയുക. അതുകൊണ്ട് ധാരാളം ചോദ്യങ്ങൾ നമുക്ക് ഈ വിശുദ്ധഗ്രന്ഥത്തിന്റെ ഇതിലൂടെ കടന്നു വരുന്നുണ്ട്. ഇഷ്ടം പോലെ ചോദ്യങ്ങൾ, ധാരാളം മനസ്സിലാകാത്ത ചോദ്യങ്ങളുണ്ട്. അതുകൊണ്ട് ഇതെങ്ങനെ വിശുദ്ധഗ്രന്ഥം വായിക്കണം, ഈ ചോദ്യങ്ങൾക്ക് എങ്ങനെ മറുപടി പറയണം എന്നതിനെ കുറിച്ചുള്ള ഒരു വിശകലനമാണ് പ്രധാനമായിട്ടും ഇവിടെ നടത്തപ്പെടുന്നത്. അച്ഛാ, എന്താണ് ഈ വിശുദ്ധ ഗ്രന്ഥം എന്നൊന്ന് ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരാമോ? വിശുദ്ധ ബൈബിൾ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് പല ഉത്തരങ്ങൾ സാധാരണ കിട്ടും. വിശുദ്ധ ബൈബിള് ദൈവവചനമാണ്. ബൈബിൾ എന്ന വാക്കിന്റെ അർത്ഥം പുസ്തകങ്ങൾ എന്നാണ്. ക്രൈസ്തവരുടെ വിശുദ്ധ ഗ്രന്ഥമാണ്. അതിന്റെ ഭാഗം യഹൂദന്മാരുടെയും വിശുദ്ധ ഗ്രന്ഥമാണ് എന്നിങ്ങനെ വ്യത്യസ്തമായ ഉത്തരങ്ങൾ കിട്ടുമെങ്കിലും നമ്മളതിനെ പൊതുവായിട്ട് ഒന്ന് സംഗ്രഹിച്ച് പറഞ്ഞാൽ, ഇസ്രായേൽ ജനതയുടെ ചരിത്രത്തിലൂടെ ദൈവം നൽകിയ വെളിപാടുകളുടെ എഴുതപ്പെട്ട രൂപമാണ് വിശുദ്ധ ബൈബിൾ. ബൈബിൾ ഈസ് ദ റിട്ടൺ ഫോം ഓഫ് ദ ഡിവൈൻ റെവലേഷൻ ത്രൂ ദ ഹിസ്റ്ററി ഓഫ് ഇസ്രായേൽ. നമ്മൾ വിശുദ്ധ ബൈബിളിൽ കാണുന്ന എല്ലാ കാര്യങ്ങളും ദൈവിക വെളിപാടുകളാണ്. ദൈവിക വെളിപാടുകൾ ഇസ്രായേൽ ജനതയുടെ ചരിത്രത്തിലൂടെ നൽകപ്പെട്ടതാണ്. വിശുദ്ധ ബൈബിളിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ആദ്യമായിട്ട് ദൈവിക വെളിപാടുകളെ കുറിച്ച് തന്നെയാണ് പഠിക്കേണ്ടത്. നമ്മൾ രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്റെ ഡോക്യുമെന്റ് ദൈവഭൂമിയിലാണെങ്കിലും CCCയിലാണെങ്കിലും വിശുദ്ധ ബൈബിളിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം ദൈവിക വെളിപാടുകളെ കുറിച്ച് പറഞ്ഞിട്ടാണ് വിശുദ്ധ ബൈബിളിനെ കുറിച്ച് പറയുന്നത്. കാരണം വിശുദ്ധ ബൈബിളിന്റെ ഉള്ളടക്കം ദൈവിക വെളിപാടുകളാണ്. ദൈവിക വെളിപാട് എങ്ങനെ ദൈവം നൽകിയെന്ന് ചോദിച്ചാൽ, ഒരേ ഒരു മാധ്യമമേ ഉള്ളൂ ദൈവിക വെളിപാടിന്. അത് ദൈവത്തിന്റെ വചനം. ദൈവം തന്റെ വചനത്താൽ എല്ലാം വെളിപ്പെടുത്തി. വചനം വ്യത്യസ്തമായ സംഭവങ്ങളിലൂടെയാണ് വെളിപ്പെടുത്തുന്നത്. നമുക്കറിയാം, വചനം വ്യത്യസ്തമായ സംഭവങ്ങളിലൂടെയാണ്. അതിൽ ഏറ്റവും ആദ്യത്തെ ദൈവിക വെളിപാടിന്റെ സംഭവമാണ് സൃഷ്ടപ്രപഞ്ചം തന്നെ. സൃഷ്ടി തന്നെ ദൈവിക വെളിപാടിന്റെ ആരംഭമാണ്. 19-ാം സങ്കീർത്തനം 1-ാം വചനത്തിൽ പറയുന്നുണ്ട്, ആകാശമണ്ഡലം ദൈവമഹത്വം പ്രകീർത്തിക്കുന്നു, നഭോമണ്ഡലം അവിടുത്തെ കൈവിരുത് പ്രഘോഷിക്കുന്നു. അതോടൊപ്പം തന്നെ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 1:19-20 വളരെ വ്യക്തമായി പറയുന്നുണ്ട്, സൃഷ്ടവസ്തുക്കളിലൂടെ ദൈവത്തിന്റെ അദൃശ്യ ശക്തിയും ദൈവത്വവും സ്പഷ്ടമായി വ്യക്തമാക്കുന്നത്. അപ്പോൾ ദൈവിക വെളിപാടുകളുടെ ഏറ്റവും ഒന്നാമത്തെ തലം തന്റെ വചനത്താൽ സൃഷ്ടിക്കപ്പെട്ട പ്രപഞ്ചമാണ്. തുടർന്ന് ഈ പ്രപഞ്ചത്തെ മുഴുവൻ നയിക്കുകയും പ്രപഞ്ചത്തിലൂടെ ദൈവത്തെ വെളിപ്പെടുത്തുകയും ചെയ്തത് ദൈവത്തിന്റെ വചനമാണ്. അങ്ങനെ വ്യത്യസ്തമായ സംഭവങ്ങളിലൂടെ വെളിപ്പെടുത്തപ്പെട്ട ദൈവിക വെളിപാട് നമുക്ക് കൈമാറി കിട്ടിയത് 2 തലത്തിലാണ്. ഒന്ന് വിശുദ്ധ പാരമ്പര്യത്തിലൂടെയും മറ്റൊന്ന് എഴുതപ്പെട്ട വിശുദ്ധ ബൈബിളിലൂടെയും. അതുകൊണ്ടാണ് വിശുദ്ധ ബൈബിള് ദൈവിക വെളിപാടുകളുടെ എഴുതപ്പെട്ട രൂപമെന്ന് നമ്മൾ പറയുന്നത്. ഈ ബൈബിളിന്റെ എഴുതപ്പെട്ട രൂപമാകുമ്പോൾ അത് എങ്ങനെയാണ് എഴുതപ്പെടുന്നത്? യഥാർത്ഥത്തില് ദൈവം വെളിപ്പെടുത്തുന്ന സത്യത്തോട് മനുഷ്യൻ നടത്തുന്ന വിശ്വാസപരമായിട്ടുള്ള പ്രഖ്യാപനമാണ് വിശുദ്ധ ബൈബിള്. കാരണം ഇതിൻ്റെ അകത്ത് വേറെ ഒന്നും നമുക്ക് കാണാൻ പറ്റത്തില്ല. ഒരു ജനതയുടെ വിശ്വാസമാണ് കാണുന്നത്. ആ ജനതയുടെ അച്ഛമ്മ പറഞ്ഞതുപോലെ ഈ വാചിക പാരമ്പര്യങ്ങള്, ഓറൽ ട്രഡീഷൻസ് നമുക്ക് നേരത്തെ ഉണ്ടായിരുന്നു. അതിലൊരു ഓറൽ ട്രഡീഷൻ ആയിരുന്നു
പാട്ടുകൾ. പുറപ്പാടിന്റെ പുസ്തകം 15-ാമത്തെ അധ്യായത്തില് മോശയുടെ കീർത്തനം എന്ന് പറയുന്ന ആ കീർത്തനത്തില് ആരംഭം ഇങ്ങനെയാണ്. എബ്രായ ഭാഷയിൽ ആഷീറാന ഷീർല അദോനായ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ദൈവത്തിന് വേണ്ടി ഒരു കീർത്തനം ആലപിക്കട്ടെ എന്ന് തുടങ്ങുന്ന പാട്ടാണ്. അതിൻ്റെ ഉള്ളില്, ആ പാട്ടിന്റെ ഉള്ളില് ദൈവം ആരാണെന്ന് അവർ വിശ്വസിച്ച് ഏറ്റുപറയുക. ദൈവമേ, നീ സൃഷ്ടാവാകുന്നു. ദൈവമേ, നീ ഞങ്ങളുടെ രക്ഷകനാകുന്നു. ദൈവമേ, നീ ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമാകുന്നു. ദൈവമേ, നീ ഞങ്ങളെ ഇവിടെ നിന്ന് അങ്ങയുടെ വാസസ്ഥലത്തേക്ക് നയിക്കുന്നവനായിരുന്നു. അവസാനം പറഞ്ഞ ദൈവമേ, നീ ഞങ്ങളുടെ രാജാവാണ്. ഇങ്ങനെയുള്ള വിശ്വാസത്തിന്റെ അനുഭവത്തെ വിശുദ്ധ ഗ്രന്ഥത്തിൽ കൊടുത്തിരിക്കുന്നതാണ്. അതാണ് എഴുതപ്പെട്ട പാരമ്പര്യം കൊണ്ട് ഉദ്ദേശിക്കുക. അപ്പം ദൈവിക വെളിപാടുകളെ ഇന്നതാണെന്ന് പറഞ്ഞു കൊടുക്കുന്നതല്ല. ആ ദൈവ വെളിപാടുകളെ സ്വീകരിച്ച മനുഷ്യര് അതിന്റെ പ്രതികരണം എന്നോണം, വിശ്വാസത്തിന്റെ പ്രതികരണം എന്നോണം അവരുടെ ജീവിതത്തിന്റെ ഓരോ മേഖലകളെയും അവതരിപ്പിക്കുന്ന ഭാഗമാണ് ഈ വിശുദ്ധ ഗ്രന്ഥം. അതുകൊണ്ടാണ് സാധാരണയായി വിശുദ്ധ ഗ്രന്ഥത്തെ കുറിച്ച് പറയുന്നത് വിശുദ്ധ ഗ്രന്ഥം ചരിത്രമാണെങ്കിലും ആ ചരിത്രം ദൈവശാസ്ത്ര ചരിത്രമാണ്, തിയോളജിക്കൽ ഹിസ്റ്ററിയാണ്. അല്ലാതെ വെറും ചരിത്രമല്ല, ദൈവശാസ്ത്ര ചരിത്രമാണ് വിശുദ്ധ ഗ്രന്ഥം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ ഒരു മനോഭാവത്തോടു കൂടി, വിശ്വാസത്തിന്റെ പുസ്തകം എന്നുള്ള മനോഭാവത്തോടു കൂടി ദൈവവചനത്തെ വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ ഇത് ദൈവവചനമായിട്ട് നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരികയുള്ളൂ. അതുകൊണ്ടാണ് ഇത്രയും വർഷങ്ങളായിട്ടും ഇതിന്റെ ശോഭ ഒരിക്കലും മാഞ്ഞു പോകുന്നില്ല, മങ്ങിപ്പോകുന്നില്ല. കാരണം അത്രമാത്രം ഒരു ജനതയുടെ വിശ്വാസം, ആ വിശ്വാസം അതേ ജീവിതാനുഭവങ്ങളിലൂടെ ഇന്നും നമ്മളെ കൊണ്ട് നടത്തിക്കൊണ്ട് പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ വചനത്തിന് ശക്തിയുള്ളത്, അതിന് വ്യക്തതയുണ്ട്. നമ്മളിപ്പോൾ ശ്രീകച്ചന് നേരത്തെ പറഞ്ഞപ്പോൾ വിശുദ്ധ ബൈബിളിൽ ദൈവിക വെളിപാടുകളാണുള്ളത്. ദൈവിക വെളിപാടുകളോടുള്ള മനുഷ്യന്റെ പ്രത്യുത്തരമാണ് അവന്റെ വിശ്വാസം എന്ന് പറയുന്നത്. യഥാർത്ഥത്തില് ദൈവം തന്നെ വെളിപ്പെടുത്തിയത് വ്യത്യസ്തമായ സംഭവങ്ങളിലൂടെയാണ്. നേരത്തെ പറഞ്ഞു, ആ സംഭവങ്ങൾ നിറവേറിയത് അനുഭവിച്ച ജനം ആ സംഭവങ്ങളോടുള്ള പ്രത്യുത്തരം അവരുടെ വിശ്വാസമായിട്ട് നമ്മൾ കാണുകയാണ്. അതുകൊണ്ട് ഇസ്രായേൽ ജനതയുടെ വിശ്വാസത്തിന്റെ ഒരു പ്രകടനവും നമുക്ക് വിശുദ്ധ ബൈബിൾ കാണാം. ഇസ്രായേൽ ജനതയ്ക്ക് ദൈവം വെളിപ്പെടുത്തി. ഇവിടെ ഒരു ചോദ്യം ഉദിക്കുന്നത്, ഇസ്രായേൽ ജനത രൂപപ്പെട്ടിട്ട് ഏറ്റവും അവരുടെ പൂർവിതാവായ അബ്രാഹത്തിന്റെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ 4000 വർഷം പഴക്കമുള്ളൂ. പക്ഷെ മനുഷ്യകുലത്തിന് 10,000 ലക്ഷം കണക്കിന് വർഷങ്ങൾ പഴക്കമുണ്ടെന്നാണ് ശാസ്ത്രം പറയുന്നത്. ഒന്നുമില്ലെങ്കിലും 10,000-50,000 വർഷം പഴക്കമുള്ള മനുഷ്യന്റെ തലയോട്ടികളൊക്കെ മ്യൂസിയങ്ങളിൽ ഇരിപ്പുണ്ട്. അപ്പൊ അത്രയും പഴക്കമുള്ള മനുഷ്യകുലത്തിന് ഈ 4000 വർഷം എന്ന് പറയുമ്പോൾ നമ്മുടെ കാലഘട്ടമായിട്ട് വെച്ച് നോക്കുമ്പോൾ വളരെ അടുത്താണ്. അപ്പോൾ എന്താണ് ഈ ബൈബിളിലൂടെയുള്ള ദൈവിക വെളിപാടിന്റെ പ്രത്യേകത, യുണീക്നെസ് എന്താണെന്ന് ചോദിച്ചാൽ, അതിനു മുമ്പും ദൈവിക വെളിപാട് ഇല്ലായിരുന്നോ? തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. അതുകൊണ്ട് നേരത്തെ പറഞ്ഞതുപോലെ പ്രപഞ്ച സൃഷ്ടി ആരംഭിച്ചപ്പോൾ മുതൽ ദൈവം തന്നെ വെളിപ്പെടുത്തി. ഈ സൃഷ്ടപ്രപഞ്ചത്തിലൂടെ ദൈവം വെളിപ്പെടുത്തി പ്രാചീന മനുഷ്യന് ദൈവത്തെക്കുറിച്ച് അറിയുവാനുള്ള മാർഗം സൃഷ്ടപ്രപഞ്ചമായിരുന്നു. അപ്പോൾ പ്രാചീന മനുഷ്യൻ ഈ സൃഷ്ടപ്രപഞ്ചത്തിലേക്ക് നോക്കിയിട്ട് ഇതിന്റെ ഉടയവനായ ദൈവത്തെ അന്വേഷിച്ചു. ആ ദൈവാന്വേഷണത്തിൽ നിന്നും അവര് ചെന്നെത്തിയത് യഥാർത്ഥത്തില് ഉടയവനായ ദൈവത്തെ കണ്ടെത്തുന്നതിന് പകരം ഈ സൃഷ്ടവസ്തുക്കളുടെ മഹത്വമൊക്കെ കണ്ടെത്ത് അതിനെ ദൈവങ്ങളായിട്ട് തെറ്റിദ്ധരിക്കുകയാണ്. അത് നമ്മൾ ബൈബിളിൽ ജ്ഞാനത്തിന്റെ പുസ്തകം 13-ാം അധ്യായം 1 മുതലുള്ള വചനങ്ങളിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ദൃഷ്ടിഗോചരങ്ങളായ വസ്തുക്കളെ കണ്ട് അതിന്റെ മഹത്വമൊക്കെ കണ്ട് അതിനെ ദൈവങ്ങളായിട്ട് മനുഷ്യകുലം തെറ്റിദ്ധരിച്ച് അതിനെ ആരാധിച്ചു പോയി. അങ്ങനെ മനുഷ്യകുലം വഴിതെറ്റിപ്പോയപ്പോൾ മനുഷ്യകുലത്തിന്റെ ചരിത്രത്തിലേക്ക് അതിസ്വാഭാവികമായിട്ട് ദൈവം ഇടപെടുകയാണ്. ആ അതിസ്വാഭാവികമായ ഇടപെടലാണ് യഥാർത്ഥത്തില് ഇസ്രായേലിനെ തെരഞ്ഞെടുക്കുന്നത്. അല്ലെങ്കിൽ ഒരു അബ്രാഹത്തെ വിളിച്ച് ഒരു തെരഞ്ഞെടുപ്പ് നടത്തിയ തെരഞ്ഞെടുപ്പിലൂടെ ഒരു ജനതയെ രൂപപ്പെടുത്തി. ആ ജനതയിലൂടെ ദൈവം തന്നെ വെളിപ്പെടുത്തുക. അതുകൊണ്ടാണ് ഇസ്രായേൽ ജനതയിലൂടെയുള്ള ദൈവിക വെളിപാടിനെ അതിസ്വാഭാവിക വെളിപാട്, സൂപ്പർ നാച്ചുറൽ റെവലേഷൻ എന്ന് പറയുന്നു. അതിനു മുൻപുണ്ടായിരുന്നത് നാച്ചുറൽ റെവലേഷൻ ആയിരുന്നു. ഇസ്രായേൽ ജനതയെ രൂപപ്പെട്ടതിന് ശേഷം തങ്ങൾക്ക് ലഭിച്ച അതിസ്വാഭാവികമായ ദൈവിക ഇടപാടിലൂടെ തങ്ങൾക്ക് ലഭിച്ച ദൈവിക വെളിപാടിനെ അവര് മറ്റു വരുന്ന തലമുറയ്ക്ക് വേണ്ടി കൈമാറി കൊടുക്കുകയാണ്. തങ്ങളുടെ വിശ്വാസത്തെ കൈമാറി കൊടുക്കുന്നത്. വിശ്വാസം എന്താണ്?
ദൈവമാണ് ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ സൃഷ്ടാവ്. ഈ പ്രപഞ്ചത്തിൽ കാണുന്ന വസ്തുക്കളൊന്നും ദൈവങ്ങളല്ല, അതിനെല്ലാം സൃഷ്ടിച്ച ഏക ദൈവമേ ഉള്ളൂ. ആ ദൈവത്തെ കുറിച്ചാണ് വരുന്ന തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. അത് വായ്മൊഴിയായിട്ട് പഠിപ്പിച്ചു പോന്നിരുന്നു. തുടർന്ന് അവർ തങ്ങളുടെ വിശ്വാസം മനുഷ്യന് മനസ്സിലാക്കാവുന്ന രീതിയിൽ ആ കാലഘട്ടത്തിലെ ഭാഷാ ശൈലിയിൽ എഴുതി തയ്യാറാക്കി. അങ്ങനെ എഴുതി തയ്യാറാക്കിയ ഗ്രന്ഥമാണ് വിശുദ്ധ ബൈബിള്. ആ കാലഘട്ടത്തിലെ ഭാഷാ ശൈലി എന്ന് പറയുമ്പോൾ പല കാര്യങ്ങളും നമ്മൾ നോക്കണം. വിശുദ്ധ ഗ്രന്ഥം എന്ന് പറയുന്നത് ആകാശത്ത് നിന്ന് ഉടനെ പറന്നിറങ്ങിയ സാധനമല്ല. ഇത് ഓരോ കാലഘട്ടത്തിലും അതിൻ്റെതായ രീതിയിൽ ആ ചരിത്ര സംഭവങ്ങളെ അല്ലെങ്കിൽ ആ കാലഘട്ടത്തിന്റെ പ്രത്യേകതകളെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുക. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല് ബാബിലോണിയൻ മിത്തോളജി ഉണ്ട്. ആ മിത്തോളജിയിൽ നമുക്കൊക്കെ അറിയാം അപ്സുവിന്റെയും ദിയാമത്തിന്റെയും ഒക്കെ കഥകളുണ്ട്. അതല്ലെങ്കിൽ ഗിൽഗമേഷിന്റെ എപ്പിക്കുകളുണ്ട്. അല്ലെങ്കിൽ പല ദേവന്മാരുടെയും ദേവതകളുടെയും ഒക്കെ പേരുകൾ നമുക്ക് എറീതു തുടങ്ങിയ എൻകി തുടങ്ങിയ വായിക്കൊള്ളാത്ത പേരുകളൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെയുള്ള പല അസീറിയൻ ദേവതകളുടെയും സുമേറിയൻ ദേവതകളുടെയും ഒക്കെ പേരുകളുണ്ട്. ഇങ്ങനെയുള്ള ഈ ദേവന്മാരുടെയും ദേവതകളുടെയും ഒക്കെ കഥകളെ അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിർത്തിക്കൊണ്ടാണ് യഥാർത്ഥത്തില് ഈ സംഭവങ്ങളൊക്കെ അവതരിപ്പിക്കുന്നത്. ഇത് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പുസ്തകങ്ങളൊക്കെ എഴുതപ്പെടുന്ന കാലഘട്ടത്തില് ഇവരുടെ കുറിച്ചുള്ള ചരിത്രങ്ങളും സംഭവങ്ങളും ഒക്കെ ആളുകളുടെ മനസ്സിലുണ്ടായിരുന്നു. അപ്പൊ ഇതൊന്നും അല്ല ദൈവം. യഥാർത്ഥത്തിലുള്ള ദൈവം എന്ന് പറയുന്നത് നമ്മളുടെ സ്വർഗസ്ഥനായ പിതാവാണെന്നുള്ള ആ അർത്ഥത്തിലേക്ക് കൊണ്ടുവരുന്ന ഭാഗമാണ് നമ്മൾ കാണുക. അച്ഛൻ പറഞ്ഞതുപോലെ നമ്മുടെ ഈ നാച്ചുറൽ റെവലേഷനിൽ നിന്ന് സൂപ്പർ നാച്ചുറൽ റെവലേഷനിലേക്ക് വരികയാണ്. അപ്പൊ അന്നത്തെ ഉണ്ടായിരുന്ന ദൈവസങ്കല്പം എന്ന് പറയുന്നതും സൃഷ്ടിയുടെ സങ്കല്പം എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായിരുന്നു. ഒരു അപ്സും ദിയാമത്തും തമ്മിലുള്ള യുദ്ധം നടക്കുക. അപ്സു ദിയാമത്തിനെ വെട്ടി ഒരു ഭാഗം മുകളിലോട്ട് പോയി, ഒരു ഭാഗം താഴോട്ട് പോയി. മുകളിലോട്ട് പോയതിനെ ആകാശമെന്നും താഴോട്ട് പോയതിനെ ഭൂമി എന്നും വിശേഷിപ്പിക്കുന്നു. അങ്ങനെയായിരുന്നു ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്ന ഈ ഇതിനെക്കുറിച്ചുള്ള ചിന്തകൾ. ആ ചിന്തകളിൽ നിന്ന് മാറി അങ്ങനെ അല്ല ആകാശവും ഭൂമി ഉണ്ടായത്, ഇത് ദൈവം സൃഷ്ടിച്ചതാണ്. ആ സൃഷ്ടാവ് ആരാണ്? ഏക ദൈവമാണ്. അങ്ങനെയുള്ള സംഭവങ്ങളെ അവതരിപ്പിക്കുകയാണ്. വേറൊരു ഉദാഹരണങ്ങളൊക്കെ ഉണ്ട്. അതായത് കായേനും ആബേലും സഹോദരങ്ങൾ തമ്മിലുള്ള യുദ്ധം അന്നത്തെ കാലത്ത് പ്രകടമായിട്ടുള്ള ഒരു വസ്തുതയായിരുന്നു. ആ സഹോദരങ്ങൾ തമ്മിലുള്ള യുദ്ധത്തെ കുറിച്ചൊക്കെയുള്ള കഥകളും ഉപകഥകളും ഒക്കെ ഈ അസീറിയൻ മിത്തോളജിയിലും ബാബിലോണിയൻ മിത്തോളജിയിലും ഒക്കെ. അതിനിങ്ങനെ ഒരു പുസ്തകമുണ്ട്, ഏൻഷ്യൻ നിയർ ഈസ്റ്റേൺ ടെക്സ്റ്റ്, അനത്ത് എന്ന് പറയുന്ന ഒരു പുസ്തകം. അതിനകത്ത് ഇതെല്ലാം വിവരിച്ചിട്ടുണ്ട്. അപ്പൊ സഹോദരങ്ങൾ തമ്മിലുള്ള യുദ്ധം അതുപോലെ തന്നെയാണ് കായന്റെയും ആബേലിന്റെയും ഒക്കെ സ്റ്റോറി അവതരിപ്പിച്ചിരിക്കുന്നത്. മൂന്നാമത് വീണ്ടും ഫ്ലഡിനെ കുറിച്ച്, അന്നത്തെ കാലത്ത് ജലപ്രളയം ഉണ്ടായതിനെ കുറിച്ചുണ്ട്. സുമേറിയൻ സംസ്കാരത്തിനുണ്ടായിരുന്ന ജലപ്രളയത്തിന് ശേഷം കിഷ് എന്ന് പറയുന്ന ഒരു രാജാവ് വന്നു. ആ രാജാവ് വീണ്ടും പുതിയൊരു തലമുറ ഉണ്ടാക്കി എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന ചരിത്രങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഈ ചരിത്രങ്ങളൊക്കെ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് നിന്നുകൊണ്ട് അതൊക്കെ പറയുകയാണ്, ഇതൊന്നുമല്ല, ഇതൊക്കെ ആളുകളുടെ മനസ്സിൽ കിടപ്പുണ്ടേ, ഇതൊന്നുമല്ല സൃഷ്ടി എന്ന് പറയുന്നത്, സൃഷ്ടാവെന്ന് പറയുന്നത് ഏക ദൈവമാണ്. പിന്നെ ഇതിനൊരു ദൈവശാസ്ത്രമാണ്. ആ ദൈവശാസ്ത്രമാണ് കൂടുതലായിട്ട് മനസ്സിലാക്കുമ്പോഴാണ് പ്രധാനമായിട്ടും ഈ പുസ്തകങ്ങളുടെയൊക്കെ അർത്ഥം നമുക്ക്, അല്ലെങ്കിൽ ഈ അധ്യായങ്ങളുടെയൊക്കെ അർത്ഥം നമുക്ക് കടന്നുവരാൻ സാധിക്കുക. ദൈവശാസ്ത്രമാണ്. ദൈവശാസ്ത്രത്തിൽ നിന്നുകൊണ്ടാണ് ഈ പുസ്തകത്തെ നമ്മൾ വ്യാഖ്യാനിക്കേണ്ടത്.